ഫാർമാസ്പിരിറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UPSC ഡ്രഗ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻലി 4 കാര്യങ്ങളാണ്. ഒന്ന്, സിലബസ് ആൻഡ് സ്കീം ഓഫ് എക്സാമിനേഷൻ. ടോപ്പിക്സ് ഏതൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത്, അതിന് കൊടുക്കേണ്ട വെയിറ്റേജ്, മാത്രമല്ല റെഫറൻസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം എന്നുള്ളത് റാങ്ക് ലിസ്റ്റ് ഡിസ്കഷനാണ്. 2023 നടന്ന UPSC ഡ്രഗ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ്, അതിൽ വന്ന കട്ട് ഓഫ്, ഹയസ്റ്റ് മാർക്ക്, മാത്രമല്ല ഇത്തവണ കോമ്പറ്റീഷൻ ലെവലിൽ നമുക്ക് എത്ര പ്രതീക്ഷിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ കാര്യം കാറ്റഗറി സർട്ടിഫിക്കറ്റ്. കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എങ്ങനെയാണ് വരുന്നത്, അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദെൻ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എലിജിബിലിറ്റി. ബിഫാം ഗ്രാജുവേറ്റ്സിൻ്റെ എലിജിബിലിറ്റി അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മാത്രമല്ല ലാസ്റ്റ് ഫാം ഡി ഗ്രാജുവേറ്റ്സ് ഈ ഒരു എക്സാമിന് എലിജിബിൾ ആണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ശരി, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സിലബസിലെ ഫസ്റ്റ് പോയിന്റ് തന്നെ ബേസിക് നോളജ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഓഫ് ഡ്രഗ്സ്, ദ യൂസസ്, ഫാർമക്കോളജിക്കൽ ആൻഡ് ടോക്സിക്കോളജിക്കൽ എഫക്ട് ഓഫ് ഡ്രഗ്സ്. ഈ ഒരു സിംഗിൾ പോയിന്റിൽ തന്നെ ഓൾമോസ്റ്റ് 50% ഓഫ് ദ സിലബസ് കവർ ആവുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, കെമിസ്ട്രി ഓഫ് ഡ്രഗ്സ്, ഈ 2 പോയിന്റിൽ തന്നെ അവർ ഫാർമസ്യൂട്ടിക്സ് കവർ ചെയ്തു, ദെൻ ഓർഗാനിക് കെമിസ്ട്രി കവർ ചെയ്തു കെമിസ്ട്രി ഓഫ് ഡ്രഗ്സിൽ, ഇനോർഗാനിക് കെമിസ്ട്രിയും ഒക്കെ, മെഡിസിനൽ കെമിസ്ട്രി, ഇത്രയും 4 ടോപ്പിക്സ് തന്നെ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഓഫ് ഡ്രഗ്സിൽ കവറായി. പിന്നെ ഫാർമക്കോളജിക്കൽ ആൻഡ് ടോക്സിക്കോളജിക്കൽ എഫക്ട് ഓഫ് ഡ്രഗ് ആണ്. അതിൽ തന്നെ അവർ ഫാർമക്കോളജിയും കവർ ചെയ്തു, ടോക്സിക്കോളജിയും കവർ ചെയ്തു. അപ്പോൾ സിംഗിൾ പോയിന്റിൽ തന്നെ മാക്സിമം സിലബസ് കവർ ആവുന്ന രീതിയിലാണ് അവർ സിലബസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ദെൻ നോളജ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഡോസേജ് ഫോം, ഇത് ഫാർമസ്യൂട്ടിക്സിൻ്റെ ബാക്കിയായിട്ട് വരും. ഇതിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഡോസേജ് ഫോം. മാനുഫാക്ചറിങ്ങിൽ വരുന്നത് എന്താണ്, ക്യാപ്സ്യൂള്, ടാബ്ലറ്റ്, സൊല്യൂഷൻ, സസ്പെൻഷൻ, ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് പ്രോസസ്സാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ടാബ്ലറ്റ് തന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സ് പറയുമ്പോൾ സ്ലഗിങ് ഉണ്ട്, മില്ലിങ്, ഗ്രാനുലേഷൻ, ആ കാര്യങ്ങളൊക്കെ പെടുന്നു. ഇനി ക്യാപ്സ്യൂളിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സാണെങ്കിൽ ജലാറ്റിൻ ഷെല്ലിൻ്റെ മാനുഫാക്ചർ മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ സ്പിന്നിങ്, ഡിപ്പിങ്, ഡ്രൈയിങ്, അങ്ങനത്തെ പ്രോസസ്സ്, അതെല്ലാ കാര്യങ്ങളും. അതുപോലെ സൊല്യൂഷൻ, സസ്പെൻഷൻ, എലിക്സർ, എമൽഷൻ, ഈ കാര്യങ്ങളൊക്കെ കവർ ആവുന്നു. ദെൻ ഇവാലുവേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഡോസേജ് ഫോം. ഈ ഇവാലുവേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഡോസേജ് ഫോമിൽ എന്താണ് പറയുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റെറിലിറ്റി ടെസ്റ്റ്, പാരൻ്റൽ പ്രിപ്പറേഷൻസിൻ്റെ കാര്യത്തിൽ സ്റ്റെറിലിറ്റി ടെസ്റ്റ്, ക്ലാരിറ്റി ടെസ്റ്റ്, ദെൻ പൈറജൻ ടെസ്റ്റിംഗ് ഉണ്ട് അല്ലേ, പൈറജൻ ടെസ്റ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ലാൽ ടെസ്റ്റ്, ലിമിലസ് അമീബസൈഡ് ലൈസേറ്റ് ടെസ്റ്റ്, റാബിറ്റ് പൈറജൻ ടെസ്റ്റിംഗ്, ആ കാര്യങ്ങൾ. സോ ഇവാലുവേഷനും കഴിഞ്ഞു. കണ്ടന്റ് യൂണിഫോംസിറ്റി ടെസ്റ്റ് എല്ലാം നമ്മൾ ഈ ഇവാലുവേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഡോസേജ് ഫോമിൽ കവർ ആവുന്ന ടോപ്പിക്കാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് നോളജ് ഇൻ അനാലിസിസ് ഓഫ് ഡ്രഗ് ഫോർമുലേഷൻ ആൻഡ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ്. ഇത് പ്യുവർലി അനലിറ്റിക്കൽ കെമിസ്ട്രിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ എന്തൊക്കെ പോർഷൻസ് വരുന്നുണ്ട്, ക്രോമാറ്റോഗ്രാഫി വരുന്നുണ്ട്, അതിൽ HPLC, GC പോലുള്ള കാര്യങ്ങൾ. ദെൻ ടൈട്രേഷൻസ് വരുന്നുണ്ട്, ആസിഡ് ബേസ് ടൈട്രേഷൻ, നോൺ അക്വസ് ടൈട്രേഷൻ, ആ കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ NMR സ്പെക്ട്രോസ്കോപ്പി, UV സ്പെക്ട്രോസ്കോപ്പി, കളറിമെട്രി. അപ്പോൾ അനലിറ്റിക്കൽ കെമിസ്ട്രി മൊത്തം ഈ 3rd പോയിന്റിൽ കവർ ആവുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്സ് എന്തൊക്കെ വരുന്നത് നോക്കാം. പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ഇൻ കളക്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ഇറ്റ്സ് കോമ്പണൻസ്. ഇതൊരു പുതിയ ടോപ്പിക്കായിട്ട് തോന്നും, നമ്മൾ സിലബസിലൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ലാത്തൊരു ടോപ്പിക്കാണ്. പക്ഷേ ഇതെങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് വെച്ചാൽ, ഒരു ഡ്രഗ് ഇൻസ്പെക്ടറിൻ്റെ ഡ്യൂട്ടിയാണ് അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഏരിയയിലെ ബ്ലഡ് ബാങ്കും കൂടി അവരാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ അങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്കും കൂടി സിലബസിൽ വന്നത്. പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ഇൻ കളക്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ഇറ്റ്സ് കോമ്പണൻസ്. ഇത് പറയുന്നത് ഷെഡ്യൂൾ F, ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിൻ്റെ ഷെഡ്യൂൾ Fൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്, പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ഇൻ കളക്ഷൻ ഇൻ പ്രൊഡക്ഷൻ ഓഫ് വാക്സിൻ, സെറൈൻ, ബയോടെക്നോളജി പ്രോഡക്ട്സ്. ഇത് പറയുന്നത് ഷെഡ്യൂൾ C1, ഷെഡ്യൂൾ F1. ഇതിലാണ് ഈ ബയോടെക്നോളജിക്കൽ പ്രൊഡക്ട്സിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഫുള്ള് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിൻ്റെ പല കാര്യങ്ങളും ഈ ഒരു ഇതിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് സിലബസിൽ. ദെൻ 6th പോയിന്റ് പറയുന്നത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, GMP, ഷെഡ്യൂൾ Mൽ വരുന്നതാണ് GMP. നെക്സ്റ്റ് പോയിന്റ് ഗുഡ് ലബോറട്ടറി പ്രാക്ടീസസ്, ഷെഡ്യൂൾ L1 പറ്റിയിട്ടാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് GCP, 8th പോയിന്റ് GCPനെ പറ്റിയിട്ടാണ് പറയുന്നത്. GCP എന്ന് പറഞ്ഞാൽ ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസസ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ICH GCP ഗൈഡ് ലൈൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ICH പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കൗൺസിൽ ഓഫ് ഹാർമണൈസേഷൻ. അപ്പോൾ പലവിധ രാജ്യങ്ങളിലെ ഈ അനലിറ്റിക്കൽ ടെക്നിക്സ് എല്ലാം ഒരുമിച്ച് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ കാര്യമാണ് ഇൻ്റർനാഷണൽ കൗൺസിൽ ഫോർ ഹാർമണൈസേഷൻ. അതിൽ ക്വാളിറ്റി, സേഫ്റ്റി, എഫിക്കസി, ദെൻ മൾട്ടി ഡിസിപ്ലിനറി ഗൈഡ് ലൈൻസ് ഒക്കെ വരുന്നുണ്ട്, ആ കാര്യങ്ങൾ. ദെൻ നോളജ് ഓഫ് ഇൻവെസ്റ്റിഗേഷണൽ സ്കിൽസ്. ഈ ഇൻവെസ്റ്റിഗേഷണൽ സ്കിൽസ് ന്യൂ ഡ്രഗ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വരുന്നതാണ്. അതായത് NDA, ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ, ദെൻ IND, ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ്, ഈ കാര്യങ്ങളൊക്കെ നോളജ് ഓഫ് ഇൻവെസ്റ്റിഗേഷണൽ സ്കിൽസ് വരുന്നതാണ്. ദെൻ ഫാർമക്കോ വിജിലൻസ്, ആ കാര്യങ്ങളൊക്കെ. 10th പോയിൻ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ബ്രോഡ് ടോപ്പിക്കായിട്ട് പറയുന്നത്. ഇവിടെ കറക്റ്റായിട്ട് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് തന്നെ പറയുന്നുണ്ട്. ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് വിത്ത് റെസ്പെക്ട് ടു ക്ലിനിക്കൽ ട്രയൽസ് പറഞ്ഞാൽ എന്താ, ഷെഡ്യൂൾ Y, മാനുഫാക്ചർ ഷെഡ്യൂൾ M,
സെയിൽ ആൻഡ് ഇമ്പോർട്ട് പറയുമ്പോൾ ചാപ്റ്റർ 3-ഉം ചാപ്റ്റർ 4-ഉം ആണ് അവിടെ പറയുന്നത് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിൽ. മെഡിക്കൽ ഡിവൈസസ് എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾ മാനുഫാക്ചറിങ്ങിൽ തന്നെ ഷെഡ്യൂൾ M2 അല്ല M3 ആണ് മെഡിക്കൽ ഡിവൈസസ്. ദെൻ കോസ്മെറ്റിക്സ് എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾ S വരുന്നുണ്ട്. ദെൻ അതിൻ്റെ കോസ്മെറ്റിക്സിൻ്റെ മാനുഫാക്ചറിങ് ഷെഡ്യൂൾ M2 വരുന്നുണ്ട്. അപ്പോൾ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് തന്നെയാണ് ഇവിടെ സിലബസിലെ ഒരു 50%. പല കാര്യങ്ങളും ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിൻ്റെ ഓരോ ഷെഡ്യൂളാണ് ഇവിടെ എടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിൻ്റെ ഒരു പ്രിൻറ്റഡ് നോട്ട് തന്നെ കയ്യിൽ വെക്കേണ്ട ഒരവസ്ഥയാണ് ഉള്ളത് ഇവിടെ. ദെൻ കുറച്ചുകൂടി ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്ക് എന്ന് തോന്നിയിട്ടുള്ളത് ബേസിക് പ്രിൻസിപ്പിൾസ് ഇൻ ബയോഫാർമസ്യൂട്ടിക്സ് ആൻഡ് ഫാർമക്കോകൈനറ്റിക്സ്. ബയോഫാർമസ്യൂട്ടിക്സ് നമ്മൾ പഠിച്ചൊരു ടോപ്പിക് തന്നെയാണ്. ഇതിൽ വരുന്നതാണ് ഈ ഫാർമക്കോകൈനറ്റിക് പ്രിൻസിപ്പിൾസ്, 1 കമ്പാർട്ട്മെൻറ്റ് മോഡൽ, മൾട്ടി കമ്പാർട്ട്മെൻറ്റ് മോഡൽസ്, ദെൻ യൂറിനറി എക്സ്ക്രീഷൻ ഡാറ്റ, ആ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ബയോഫാർമസ്യൂട്ടിക്സിലാണ്. സോ ഇത് കുറച്ചും കൂടി ഡയറക്റ്റായിട്ട് ചോദിച്ച ഒരു ടോപ്പിക്കാണ്. ദെൻ ബേസിക് നോളജ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇതൊരു സിമ്പിൾ ടോപ്പിക്കാണ് തോന്നാമെങ്കിലും ഇതൊന്നൊരു 4-5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതിലെല്ലാ മാർക്കും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ കമ്പ്യൂട്ടറുടെ, അതായത് പ്രിൻ്റർ എന്താണ്, മൗസ് എന്താണ്, കീബോർഡ്, അങ്ങനത്തെ ബേസിക് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ കമ്പ്യൂട്ടറിലെ എക്സ്റ്റൻഷൻ, വെബ് എക്സ്റ്റൻഷൻസ്, സെർച്ച് എഞ്ചിൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, അതുപോലെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ തമ്മിലുള്ള വ്യത്യാസം, ഫിഷിംഗ്, സ്കാമിങ്, അതിൻ്റെയൊക്കെ ടെക്നിക്കൽ ടേംസ് എന്താണെന്ന് വെച്ചാൽ അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ബേസിക് നോളജ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വരുന്നത്. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി. ഇത് നമ്മൾ PSC പരീക്ഷയ്ക്ക് എഴുതുന്നവർക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇംഗ്ലീഷ് എന്ന് ചോദിക്കുക, അതായത് റിപ്പോർട്ടഡ് സ്പീച്ച്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, സിനണിംസ് എന്താണ്, ആൻറ്റണിംസ് എന്താണ്, ഗ്രാമർ, ഇതൊക്കെയാണ് ഈ ഒരു 13ാമത്തെ പോയിന്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഒരു സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ബുക്സ് നോക്കാം. ഫസ്റ്റ് വൺ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയാണ്, ഫാർമസ്യൂട്ടിക്സിനെ പറ്റിയിട്ടുള്ളതാണ്. ഈ ഒരു ടോപ്പിക് കവർ ചെയ്യാൻ നിങ്ങൾക്ക് ലിയോൺ ലാക്മാൻ ആൻഡ് ലിബർമാൻ്റെ ബുക്ക് യൂസ് ചെയ്യാം, ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഫാർമസി. അത് കഴിഞ്ഞതിന് ശേഷം കെമിസ്ട്രി ഓഫ് ഡ്രഗ്സ് ആണ്. ഇതിൽ വരുന്ന ഓർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി ഒക്കെ കവർ ആവുന്ന ബുക്ക് എന്ന് പറഞ്ഞാൽ GR ചത്തുവാളിൻ്റെ ബുക്കുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി പറഞ്ഞിട്ട് വോളിയം 2. ദെൻ ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട് വോളിയം 1. രണ്ടും ചത്തുവാളിൻ്റെ ബുക്കാണ്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് ഫാർമക്കോളജിയാണ്. ഫാർമക്കോളജി കവർ ചെയ്യാൻ ദ ബെസ്റ്റ് ബുക്ക് ഈസ് KD ത്രിപാഠി എസെൻഷ്യൽസ് ഓഫ് ഫാർമക്കോളജി. ഈ ഒരു ബുക്കിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാം കവർ ആവുന്നുണ്ട്. ബുക്ക് കുറച്ച് കട്ടിയുണ്ട്, എന്നാലും നിങ്ങൾക്ക് അതൊരു ഹാർഡ് കോപ്പി വാങ്ങി വെക്കുകയാണെങ്കിൽ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും യൂസ് ചെയ്യാം. കാരണം ഞാൻ കണ്ട പല എക്സാമിനേഷനിലെ ക്വസ്റ്റ്യൻസും ഈ ഒരു ബുക്കിൽ നിന്ന് തന്നെ എല്ലാം ചോദിച്ചിട്ടുണ്ട്. സോ KD ത്രിപാഠി ഫാർമക്കോളജി ബുക്കിന് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ആണ് നോക്കാം, അനാലിസിസ്, നോളജ് ആൻഡ് അനാലിസിസ് ഓഫ് ഡ്രഗ് ഫോർമുലേഷൻ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ്. ഈ ഒരു അനലിറ്റിക്കൽ കെമിസ്ട്രി കവർ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി നിരളി പ്രകാശിൻ്റെ ബുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ആ ബുക്ക് വളരെ ബേസിക് ആണ്. ഈ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാം. പക്ഷേ അത് വെച്ചൊരു ഈ ഒരു ഡ്രഗ് ഇൻസ്പെക്ടർ എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കുറച്ചും കൂടി ഒരു മോഡറേറ്റ് ലെവലുള്ള ബുക്ക് പറയുന്ന അശുതോഷ്കറിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്. അതൊരു കുറച്ചും കൂടി ഇതിനേക്കാൾ ഇമ്പ്രൂവ്ഡ് ആണ്, അത് ചെക്ക് ചെയ്യാം. ഇനി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് ഓഫ് കെമിക്കൽ അനാലിസിസ് അതും ചത്തുവാളിൻ്റെ ബുക്കാണ്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ നെക്സ്റ്റ് പ്രൊസീജിയർ ഇൻവോൾവ് ഇൻ കളക്ഷൻ, ബ്ലഡ് ആൻഡ് പ്രിപ്പറേഷൻ, ഇറ്റ്സ് കോമ്പണൻസ്. ഇതൊക്കെ ജൂറിസ്പ്രുഡൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പ്രൊഡക്ഷൻ ഓഫ് ആസിൻ, സെറ ആൻഡ് ബയോടെക്നോളജി പ്രോഡക്ട്സ്, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്, ഗുഡ് ലബോറട്ടറി പ്രാക്ടീസസ്, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സ്കിൽസ്. ദെൻ ഈ ഒരു ക്ലിനിക്കൽ ട്രയൽസ്, സെയിൽ ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ്, മെഡിക്കൽ ഡിവൈസസ്, ഇതൊക്കെ ജൂറിസ്പ്രുഡൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ബുക്കാണ്. ഇതിന് ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞിട്ട് NK ജെയിൻ്റെ പുതിയൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഫോറൻസിക് ഫാർമസി എന്ന ടൈറ്റിൽ ഒഴിവാക്കിയിട്ട് ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൗരസ്യയുടെ ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസിൻ്റെ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ ബിഫാം സിലബസും കവർ ആവുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിൻ്റെയും ഫാർമസി ആക്ടിൻ്റെയും NDPS ആക്ടിൻ്റെ ഒക്കെ ബെയർ ആക്ട് എന്ന പേരിൽ ഒരു ബുക്ക് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ബെയർ ആക്ട് എന്ന പേരിൽ അത് നിങ്ങൾക്ക് വാങ്ങി പഠിക്കാവുന്നതാണ്. പക്ഷേ സമയം പരിമിതമായ ഈ സാഹചര്യത്തിൽ നിങ്ങൾ കുറച്ചും കൂടി NK ജെയിൻ അല്ലെങ്കിൽ ചൗരസ്യ ഈ ബുക്കുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നെക്സ്റ്റ് നോക്കാനുള്ളത് ബേസിക് പ്രിൻസിപ്പിൾസ് ഇൻ ബയോഫാർമസ്യൂട്ടിക്സ് ആൻഡ് ഫാർമക്കോകൈനറ്റിക്സ്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് കവർ ചെയ്യാൻ നിങ്ങൾക്ക് ബ്രഹ്മഗാറിൻ്റെ ബുക്ക് യൂസ് ചെയ്യാം. അതിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കവർ ആവുന്നുണ്ട്. അപ്പോൾ ബയോഫാർമസ്യൂട്ടിക്സ് ബൈ ബ്രഹ്മഗാർ. നെക്സ്റ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബേസിക് നോളജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി. ഇതിനൊക്കെ ബുക്കല്ല, നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് തന്നെ കുറേ റെഫർ ചെയ്യാൻ പറ്റും. ഇനി 2023 നടന്ന UPSC ഡ്രഗ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റിൽ കാറ്റഗറി വൈസ് എത്ര കാൻഡിഡേറ്റ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്ര വരുന്നത് നോക്കാം.
UR കാറ്റഗറിയിൽ റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റ്, അതായത് OMR ബേസ്ഡ് ടെസ്റ്റിന് വന്നിരിക്കുന്ന കട്ട് ഓഫ് മാർക്ക് 110, ഏകദേശം 110 മാർക്കാണ് വന്നിരിക്കുന്നത്. OBC കാൻഡിഡേറ്റ്സിന് 300 മാർക്കിൽ ഏകദേശം 60 മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. SC 96, ST 72, EWS 91. അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ഓഫിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും കാറ്റഗറീൻ്റെ കട്ട് ഓഫ് നോക്കരുത്, എപ്പോഴും URൻ്റെ കട്ട് ഓഫ് എത്രയാണ് നോക്കേണ്ടത്. ഏകദേശം 110 മാർക്കാണ് 300 മാർക്കിലൂടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇൻ്റർവ്യൂ എപ്പോഴും കണ്ടക്ട് ചെയ്യുന്നത് 100 മാർക്കിനാണ്. 100 മാർക്കിൻ്റെ മിനിമം കട്ട് ഓഫ് ആയി വന്നിട്ടുള്ളത് 50 മാർക്കാണ്. ഇനി ലാസ്റ്റ് ഫൈനൽ സെലക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈനൽ സെലക്ഷൻ ഔട്ട് ഓഫ് 400 മാർക്സ്. റിട്ടൺ ടെസ്റ്റിൻ്റെ, അതായത് OMR ടെസ്റ്റിന് 300 മാർക്കും ഇൻ്റർവ്യൂയുടെ 100 മാർക്കും കൂടി ചേർത്ത് 400 മാർക്കിനാണ് മൊത്തം പരീക്ഷ നടക്കുന്നത്. അപ്പോൾ അത് 400 മാർക്കിൽ അവസാനം സെലക്ഷൻ കിട്ടിയ ആൾക്ക് കിട്ടിയ മാർക്ക് പറയുന്നത് 193 ഏകദേശം 193 മാർക്കാണ്. അപ്പോൾ നമുക്കിവിടെ കട്ട് ഓഫ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഹയ്യസ്റ്റ് മാർക്ക്. ഇനി ഹയ്യസ്റ്റ് മാർക്ക് കിട്ടിയിട്ടുള്ളത് UR കാറ്റഗറിയിൽ 214 മാർക്കാണ്. 400 മാർക്കിൽ മൊത്തം 214 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇവിടെ എഴുതിയിട്ടുണ്ട് ടോട്ടൽ മാർക്ക് ഫോർ റിട്ടൺ ടെസ്റ്റിന് 300 മാർക്കും ഇൻ്റർവ്യൂവിന് 100 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു എക്സാമിന് നമുക്ക് കോമ്പറ്റീഷൻ ലെവൽ എത്രണ്ട് പ്രതീക്ഷിക്കുക എന്നുള്ളത് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ മനസ്സിലാവും. എങ്ങനെയെന്നല്ലേ, കഴിഞ്ഞ 2023 ടെസ്റ്റിന് പങ്കെടുത്ത കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ വെറും 2157 പേര് മാത്രമാണ്. ഇതാ ടോട്ടൽ കാൻഡിഡേറ്റ്സ് 2157 പേര്. എന്തുകൊണ്ടാണ് വെറും 2157 പേര് മാത്രം ഈ ഒരു ടെസ്റ്റിന് പങ്കെടുത്തിട്ടുള്ളത്? അതൊരു ഡ്രഗ് ഇൻസ്പെക്ടർ പോലെ പേ സ്കെയിൽ ലെവൽ 8 വരുന്ന ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പോസ്റ്റിന് വെറും 2157 പേര് മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അതെന്താ കാരണം? അതെന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് 2023 നടന്ന എക്സാമിന് BPharm കാൻഡിഡേറ്റ്സ് എലിജിബിൾ ആയിരുന്നു. ഒപ്പം ഒരു കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നു. 18 മന്ത്സ് 18 മാസത്തെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. 18 മാസം എങ്ങനത്തെ എക്സ്പീരിയൻസ്? ഇൻ ഡ്രഗ് ടെസ്റ്റിംഗ് ഏരിയ, ഡ്രഗ് ടെസ്റ്റിംഗ് കമ്പനീസിലോ ഡ്രഗ് ടെസ്റ്റിംഗ് ലാബ്സിലോ 18 മാസം, അതായത് ഏകദേശം 1.5 കൊല്ലത്തോളം എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ 2023. അതുകൊണ്ടാണ് ഈ 2157 പേര് മാത്രമേ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ എന്താണ് അവസ്ഥ? എല്ലാ BPharm കാൻഡിഡേറ്റ്സിനും എലിജിബിളാണ്. എല്ലാ BPharm കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. ഓൾ BPharm കാൻഡിഡേറ്റ്സ് ആർ എലിജിബിൾ ഫോർ ഡ്രഗ് ഇൻസ്പെക്ടർ എക്സാം. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്തവണയും ഏകദേശം 2157 പേര് മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ എന്ന്? ഒരിക്കലുമില്ല. എല്ലാ BPharm ഗ്രാജുവേറ്റ്സും MPharm ഗ്രാജുവേറ്റ്സും സംടൈംസ് ചില FARMD ഗ്രാജുവേറ്റ്സ് അടക്കം അപ്ലൈ ചെയ്യാൻ പോകുന്നൊരു എക്സാമാണ് ഇപ്പോൾ ഇനി അടുത്ത് നടക്കാൻ പോകുന്ന ഡ്രഗ് ഇൻസ്പെക്ടർ എക്സാം. കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെ പോയാലും കൂടും. കാരണം റെയിൽവേ ഫാർമസിസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ഏകദേശം 1 ലക്ഷത്തിൻ്റെ 1.5 ലക്ഷത്തിൻ്റെ ഇടയിൽ കാൻഡിഡേറ്റ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രഗ് ഇൻസ്പെക്ടർ എക്സാം എത്ര പേര് അറ്റൻഡ് ചെയ്യുന്നു ആലോചിച്ച് നോക്കുക. അപ്പോൾ കോമ്പറ്റീഷൻ ലെവൽ വളരെ ഹൈ ആണ്. അതിനനുസരിച്ചുള്ള എഫേർട്സ് നിങ്ങൾ എടുക്കണം. ഇത് 25 പോസ്റ്റിനുള്ള ഇതായിരുന്നു കഴിഞ്ഞ എക്സാം 2023 നടന്നത്. ഇപ്പോൾ വരാൻ പോകുന്നത് 186 പോസ്റ്റിനാണ്. അതുകൂടി ശ്രദ്ധിക്കുക. ഈ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇത് UPSC ഡ്രഗ് ഇൻസ്പെക്ടർ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നൊരു ലൈവ് വിൻഡോ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ബിലോങ്സ് ടു നോൺ ക്രിമിനൽ, ഇവിടെ നോ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ സർട്ടിഫിക്കറ്റ് നമ്പർ ഇഷ്യൂയിങ് അതോറിറ്റി എല്ലാം മാനുവലായിട്ട് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം താഴത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഡേറ്റ് ഓഫ് ഇഷ്യൂ. ഈ ഡേറ്റ് ഓഫ് ഇഷ്യൂവിൽ ഇവർ പ്രത്യേകം പറയുന്നുണ്ട്. അതായത് യു ക്യാൻ എൻ്റർ എ ഡേറ്റ് ആഫ്റ്റർ 31 മാർച്ച് 2025. അതായത് 31 മാർച്ച് 2025, കഴിഞ്ഞ വർഷം 2025 31 മാർച്ചിന് ശേഷം ഒബ്റ്റെയിൻ ചെയ്തൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി ഇതേ കാര്യം നമ്മൾ നോട്ടിഫിക്കേഷനിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷനിൽ എന്താണ് പറയുന്നത്? ഈ ഒരു പോർഷനാണ് പറയുന്നത്. ഈ ഒരു പോർഷനിൽ അവർ എന്താണ് പറയുന്നത് വെച്ചാൽ ക്രൂഷ്യൽ ഡേറ്റിന് മുന്നുള്ളൊരു സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന്. അതായത് ക്രൂഷ്യൽ ഡേറ്റ് ഇവിടെ ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ആവുന്ന ഡേറ്റാണ് ജൂലൈ 17 മുന്നേ ഒബ്റ്റെയിൻ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ പറഞ്ഞിരിക്കുക 31 മാർച്ച് 2025 എന്നുള്ളത് 2025 to 26 ഫൈനാൻഷ്യൽ ഇയർ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ഉള്ളത് 2026 to 2027 ഫൈനാൻഷ്യൽ ഇയർ ആണ്. എപ്പോഴും ഒരു കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ കറണ്ട് ഫൈനാൻഷ്യൽ ഇയർ ഉള്ളത് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 2026 to 2027. ഇത് ഫർദർ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്തോളൂ. ജൂലൈ 17 വരെ സമയമുണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് ഒരു പുതിയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പഴയത് വെച്ചിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ, അല്ലെങ്കിൽ ഒരു പുതിയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പോയിന്റ് എലിജിബിലിറ്റിയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു ഡ്രഗ് ഇൻസ്പെക്ടർ എക്സാം എഴുതാൻ എലിജിബിൾ ആയിട്ടുള്ളത്? അപ്പോൾ നമുക്കിവിടെ ക്വാളിഫിക്കേഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫാർമസി ഓർ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ഓർ മെഡിസിൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ക്ലിനിക്കൽ ഫാർമക്കോളജി ഓഫ് മൈക്രോബയോളജി. അപ്പോൾ ഇതെന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫാർമസി ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. BPharm ഗ്രാജുവേറ്റ്സ് എല്ലാവരും എലിജിബിൾ ആണ്. ഡിപ്ലോമ ഗ്രാജുവേറ്റ്സ് എലിജിബിൾ അല്ല. BPharm ഗ്രാജുവേറ്റ്സ് MPharm ഗ്രാജുവേറ്റ്സ് എന്തായാലും എലിജിബിൾ ആണ്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് BPharm ഗ്രാജുവേറ്റ്സ് ആരൊക്കെയാണ് എലിജിബിൾ എന്നുള്ളതാണ്. ഓൾറെഡി പാസ് ഔട്ട് ആയിട്ട് 1-2 ഇയേഴ്സ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും അവർ എലിജിബിൾ ആണ്. ദെൻ പാസ് ഔട്ടായി പ്രൊഫഷണൽ ഡിഗ്രി മാത്രമേ കയ്യിലുള്ളൂ, ഫൈനൽ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല എങ്കിലും നിങ്ങൾ എലിജിബിൾ ആണ്. കാരണം നിങ്ങൾക്ക് പ്രൊഫഷണൽ ഡിഗ്രി വെച്ചിട്ട് നിങ്ങളുടെ പഴയ മാർക്ക് ലിസ്റ്റൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഓൾറെഡി 8th സെമസ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാജുവേറ്റ്സ് അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യാത്ത ആൾക്കാർ ഇവർ എലിജിബിൾ അല്ല. കാരണം ജൂലൈ 17 മുന്നേ നിങ്ങളുടെ റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെളിയിക്കാൻ പറ്റും, നിങ്ങൾ ഓൾറെഡി പാസ്ഡ് ആണ് എന്നൊരു തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇനി നെക്സ്റ്റ് മെയിൻ ഇഷ്യൂ FARMD ഗ്രാജുവേറ്റ്സിന് വരുന്നതാണ്.
ഫാം ഡി ഗ്രാജുവേറ്റ്സ് ഈ ഒരു എക്സാം എഴുതാൻ എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളതാണ്. അത് രണ്ട് വിധത്തിൽ പറയാം. ഒന്ന്, നോട്ടിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഫാം ഡി ഗ്രാജുവേറ്റ്സ് ഈ ഒരു എക്സാം എഴുതാൻ എലിജിബിൾ അല്ല. ബട്ട് ഓൾറെഡി ഒരു ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഫാം ഡി ഗ്രാജുവേറ്റ്സ് ഇത് എഴുതാൻ എലിജിബിൾ ആണ്. കാരണം ഓൾറെഡി ഗസറ്റ് നോട്ടിഫിക്കേഷൻസ് എല്ലാം റിലീസ്ഡ് ആണ്. ബിഫാം, എംഫാം അല്ലെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻസിന് മേലെയാണ് ഫാം ഡി ക്വാളിഫിക്കേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷൻസ് വെച്ച് എഴുതാൻ പറ്റുന്ന എല്ലാ എക്സാമിനും ഫാം ഡി ഗ്രാജുവേഷൻ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്. ഇതിൻ്റെ PCIൻ്റെ സർക്കുലർ എല്ലാം വന്നിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടി നോക്കാനുള്ളത്, ക്വാളിഫിക്കേഷൻസ് ആർ റിലാക്സബിൾ അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് UPSC ഫോർ ദ റീസൺസ് ടു ബി റെക്കോർഡ് ഇൻ റൈറ്റിംഗ് ഇൻ കേസ് ഓഫ് കാൻഡിഡേറ്റ്സ് അതർവൈസ് വെൽ ക്വാളിഫൈഡ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ കൂടി നമുക്ക് നോക്കാൻ പറ്റും. കാരണം വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് UPSCൻ്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഈ ഒരു എക്സാം അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു പോയിന്റ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി ഫാം ഡി കാൻഡിഡേറ്റ്സ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവരൊരു മെയിൽ അയക്കണം. മെയിൽ അയക്കേണ്ട മെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ ID upscsoap@nic.in. ഈ ഒരു മെയിൽ IDക്ക് നിങ്ങളൊരു മെയിൽ അയക്കണം. ഈ ഒരു മെയിൽ ID എന്തിനാ വെച്ചാൽ, കാൻഡിഡേറ്റ് സീക്കിംഗ് ക്ലാരിഫിക്കേഷൻ, ഗൈഡൻസ് ഓർ അസിസ്റ്റൻസ് റിലേറ്റഡ് ടു ദ ആപ്ലിക്കേഷൻ പ്രോസസ്. അപ്പോൾ നിങ്ങൾ ആ മെയിൽ IDക്ക് ഒരു മെയിൽ അയക്കുക. ഞാനൊരു ഫാം ഡി ഗ്രാജുവേറ്റ് ആണ്, എനിക്ക് ഫാം ഡി ഇങ്ങനെ ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്നില്ല ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ. മാത്രമല്ല ഫാം ഡി ഓൾറെഡി എലിജിബിൾ ആണ് പറഞ്ഞിട്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻസ് PCIൻ്റെ സർക്കുലർ ഞാൻ ഈ മെയിലിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ചേഞ്ചസ് വരുത്തുക, ഫാം ഡി എന്നുള്ള ഡിഗ്രി കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനൊരു കൃത്യമായ ക്ലാരിഫിക്കേഷൻ തരിക എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെയിൽ IDയിലേക്ക് നിങ്ങൾ മെയിൽ അയക്കുക. 99% അവർ റിപ്ലൈ തരില്ല. മാത്രമല്ല ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചേഞ്ച് ആവാനും പോകുന്നില്ല. ഇത് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എക്സാം എഴുതി അവസാനം സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ബിഫാം ഗ്രാജുവേറ്റ് അല്ല ഫാം ഡി ഗ്രാജുവേറ്റ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ലീഗൽ പോയിന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് പറയാം, ഞാൻ ഓൾറെഡി ഈ വിഷയം ഇൻറ്റിമേറ്റ് ചെയ്തതാണ്. ആ ടൈമിൽ UPSCയുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചതാണ്. അവരുടെ മെയിൽ IDയിൽ അവർ പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ മെയിൽ അയച്ചു, പക്ഷേ അവർ റിപ്ലൈ തന്നില്ല എന്ന രീതിയിൽ നിങ്ങൾക്കൊരു പോയിന്റ് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ഫാം ഡി ഗ്രാജുവേറ്റ്സ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ബിഫാം ഗ്രാജുവേറ്റ്സ് അപ്ലൈ ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ താങ്ക് യു, ബെസ്റ്റ് ഓഫ് ലക്ക്.